ഹായ് ഫ്രണ്ട്സ്, LCM ആൻഡ് HCF അഥവാ ലസാഗു ആൻഡ് ഉസാഗ എന്ന ടോപ്പിക്കിലെ ഒരു പ്രോബ്ലമാണ് നമ്മൾ ഈ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ ഇതാണ്: 0.5, 0.25, 0.75 ഇവയുടെ ലസാഗു ഏത്? ലസാഗു മീൻസ് LCM കാണാനാണ്. 3 ഡെസിമൽ നമ്പറാണ് നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത്. അതിൻ്റെ LCM കണ്ടുപിടിക്കണം. ഓക്കെ അല്ലേ? അപ്പം നമുക്ക് നോക്കാം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. അപ്പോൾ തന്നിരിക്കുന്ന നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ 0.5, 0.25, 0.75. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് തന്നിരിക്കുന്ന ഡെസിമൽ നമ്പറിനെ ഏത് നമ്പർ ആക്കണം? സാധാരണ നമ്പർ ആക്കണം. ഓക്കെ അല്ലേ? ദശാംശ സംഖ്യയാണ് തന്നിരിക്കുന്നത്, അതിനെ സാധാരണ സംഖ്യയാക്കി മാറ്റണം. അപ്പൊ സാധാരണ സംഖ്യയാക്കാൻ ഏത് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ, ഈ പോയിന്റ് കളയാനായിട്ട് നമ്മൾ ഏത് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണമെന്ന് നോക്കുക. അതിന് നിങ്ങൾ നോക്കേണ്ടത് ഇതിലെ ഡെസിമൽ പാർട്ടാണ് നോക്കേണ്ടത്. ഡെസിമൽ പാർട്ട് ഇപ്പൊ ആദ്യത്തെ നമ്പറിലെ ഡെസിമൽ പാർട്ട് എന്ന് വെച്ചാൽ പോയിന്റിന് റൈറ്റ് സൈഡിൽ എത്ര ഡിജിറ്റ് ഉണ്ട് അതാണ് ഡെസിമൽ പാർട്ടായിട്ട് എടുക്കേണ്ടത്. അപ്പൊ ഫസ്റ്റ് നമ്പർ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ പോയിന്റ് കഴിഞ്ഞ് ഒരേ ഒരു ഡിജിറ്റ് ആണ് ഉള്ളത്, അല്ലെ? ഒരു ഡിജിറ്റ് ആണ് ഉള്ളത്. ഇനി രണ്ടാമത്തെ നമ്പർ എടുത്താലോ, ഒന്നല്ല 2 ഡിജിറ്റ് ഉണ്ട്, അല്ലെ? 2ഉം 5ഉം ഉണ്ട്. ഇനി മൂന്നാമത്തെ നമ്പർ എടുത്താൽ കഴിഞ്ഞാലും 2 ഡിജിറ്റ് ഉണ്ട്. അപ്പൊ ഹയസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? 2 അല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ 2 0 ഉള്ള നമ്പർ ഏതാണ്? 100 കൊണ്ട് വേണം ഓരോ നമ്പറിനെ എന്ത് ചെയ്യാൻ? മൾട്ടിപ്ലൈ ചെയ്ത് സാധാരണ നമ്പർ ആക്കാനായിട്ട്. അപ്പൊ 0.5ന് നിങ്ങൾ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഏത് നമ്പർ കിട്ടും? 2 പ്ലേസ് റൈറ്റിലോട്ടാണ് മൂവ് ചെയ്യുന്നത്, അല്ലേ? അപ്പൊ 0.5 എന്ന് പറഞ്ഞാൽ 0. എത്ര 0 വേണേലും നമുക്ക് ഇടാം. ഓക്കെ അല്ലേ? 0.5 കഴിഞ്ഞ് എത്ര 0 റൈറ്റ് സൈഡിൽ എത്ര 0 ഇട്ടാലും പ്രശ്നമില്ല. അപ്പൊ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ എത്രയാണ്? 2 0 ആണ്, അല്ലെ? ഇൻറ്റു 100 ആണ് ചെയ്യുന്നത്. അപ്പോൾ പോയിന്റ് എന്ന് പറയുന്നത് 2 പ്ലേസ് മുമ്പിലോട്ട് ചാടും. 2 പ്ലേസ് മുമ്പിലോട്ട് ചാടുമ്പോൾ 0.5 എന്നുള്ളത് 50.0 എന്ന് വരും. അതിൽ 0.0 നമുക്ക് വേണ്ട, നമുക്ക് ഏത് നമ്പർ മതി? 50 മതി. അപ്പോൾ 0.5നെ ഇൻറ്റു 100 ചെയ്യുമ്പോൾ 50 എന്ന് കിട്ടും. ഇനി 0.25നെ ഇൻറ്റു 100 ചെയ്യുമ്പോൾ 2 പ്ലേസ് റൈറ്റിലോട്ട് ചാടണം. ഇവിടെ ഓൾറെഡി 2 പ്ലേസ് ഉണ്ട്, ഇവിടെ ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ 0 ഇട്ടത് കേട്ടോ. ഇവിടെ ഒരു പ്ലേസ് അല്ലേ ഉള്ളൂ, ഒരു ഡിജിറ്റ് അല്ലേ ഉള്ളൂ, അതുകൊണ്ടാണ് 0 കൊടുത്തത്. ഇനി ഇവിടെ അങ്ങനെ അതിന്റെ ആവശ്യമില്ല, ഇവിടെ 2 ഡിജിറ്റ് ഉണ്ട്, 2ഉം 5ഉം. അപ്പം പോയിന്റ് റൈറ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന നമ്പർ 25 ആയിരിക്കും. അതേപോലെ നിങ്ങൾ നോക്കിക്കേ, 0.75ന് ഇൻറ്റു 100 ചെയ്യുമ്പോൾ പോയിന്റ് റൈറ്റിലോട്ട് 2 പ്ലേസ് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ അതെന്താവും? 75 എന്നാവും. അപ്പൊ 50, 25, 75 എന്നായി. 0.5, 0.25, 0.75 എന്ന് പറയുന്ന നമ്പേഴ്സിനെ നമ്മൾ ഈ രീതിയിലോട്ട് കൺവേർട്ട് ചെയ്തു. ഇനി ഇവരുടെ എന്ത് കാണുക? ഇവിടെ LCM അല്ലേ ചോദിച്ചിരിക്കുന്നത്, ലസാഗു ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ 50, 25, 75ന്റെ എന്ത് കാണുക? LCM കാണുക. 3 നമ്പർ 5 കൊണ്ട് ഡിവിസിബിൾ ആയതുകൊണ്ട് 5 കൊണ്ട് തന്നെ ചെയ്യുക. 5 കൊണ്ട് ചെയ്യുമ്പോൾ 50 എത്ര ടൈംസ് ആവും? 5 × 10 ആണ് 50, അല്ലെ? 10 എഴുതി. 5 × എത്രയാണ്? 25. 5 × 5. ഇനി 5 × എത്ര ചെയ്യുമ്പോഴാണ് 75 കിട്ടുന്നത്? 5 × 15 ആണ്, അല്ലെ? 15 × 5 ചെയ്യുമ്പോഴാണ് 75 കിട്ടുന്നത്. ഇനി അടുത്തത് നോക്കിക്കുക. അടുത്തത് വീണ്ടും നിങ്ങൾക്ക് 10, 5, 15 ആണ്. വീണ്ടും 5 കൊണ്ട് തന്നെ ചെയ്യാം. അപ്പൊ 5ന്റെ ടേബിളിൽ 10 2 ടൈംസ് ആണ്. 5ന്റെ ടേബിളിൽ 5 എത്ര ടൈംസാ? 1 ടൈംസ്. ഇനി 5ന്റെ ടേബിളിൽ 15 എത്ര ടൈംസാ? 3 ടൈംസ്. ഇവിടെ പ്രൈം നമ്പേഴ്സ് ആയില്ലേ? 2ഉം 3ഉം പ്രൈം ആണ്. അപ്പൊ നമുക്ക് ഇവിടെ വെച്ച് എന്ത് ചെയ്യാം? LCM സ്റ്റോപ്പ് ചെയ്യാം. എന്നിട്ട് L ഷേപ്പിൽ എന്ത് ചെയ്യാം? കിടക്കുന്ന നമ്പേഴ്സ് എല്ലാം എടുക്കുക. അപ്പോൾ LCM ഈക്വൽ ടു എന്ത് വരും? 5 × 5 × 2 × 1 × 3. ക്ലിയർ അല്ലേ? ഇതെല്ലാം കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 150 എന്നായിരിക്കും കിട്ടുക. 150 എന്ന് പറയുന്നതല്ല നമ്മുടെ ആൻസർ ആയിട്ട് വരിക. നമ്മളിത് ദശാംശ സംഖ്യയിൽ തന്നതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? സാധാരണ സംഖ്യയാക്കി മാറ്റി, അല്ലെ? ഇൻറ്റു 100 ചെയ്താണ് നമ്മൾ എന്ത് ചെയ്തത്? സാധാരണ സംഖ്യയാക്കി മാറ്റിയിട്ടാണ് LCM എടുത്തത്. അപ്പൊ തിരിച്ച് നമുക്ക് വീണ്ടും ഏതിലോട്ട് തന്നെ പോകണം? ഡെസിമൽ നമ്പറിലോട്ട് തന്നെ തിരിച്ചു പോകണം. അപ്പൊ അതിന് ഇൻറ്റു 100 ചെയ്താണ് സാധാരണ നമ്പറിലോട്ട് എത്തിയത്, അല്ലെ? അപ്പൊ തിരിച്ചു പോകാനായിട്ട് എന്ത് ചെയ്യുക? ഡിവൈഡഡ് ബൈ 100 ചെയ്യുക. ഓക്കെ അല്ലേ? ഇൻറ്റു 100 ചെയ്താണ് ഡെസിമലിനെ എന്ത് ചെയ്തത്? സാധാരണ നമ്പർ ആക്കിയത്. ഇനി തിരിച്ച് സാധാരണ നമ്പർ ആയി കിട്ടിയതിനെ എന്ത് ചെയ്യണം? ഡെസിമലിലാക്കണം. അപ്പൊ ഡിവൈഡഡ് ബൈ 100. അപ്പൊ 0 നമുക്ക് കട്ട് ചെയ്ത് കളയാം. അപ്പൊ 15/10 എന്ന് വരും. 15/10 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1.5. ക്ലിയർ? ഒരു പ്ലേസ് മാറ്റി എന്ത് ചെയ്യുക? റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് ഒരു പ്ലേസ് മാറ്റി എന്ത് ചെയ്യുക? പോയിന്റ് ഇട്ട് കൊടുക്കുക. അപ്പൊ 1.5 എന്ന് ഇട്ട് ഓപ്ഷൻ D ആണ് ഇവിടെ ഉത്തരമായിട്ട് വരിക. അപ്പൊ ക്ലിയർ അല്ലേ? ഇൻറ്റു 100 എന്തുകൊണ്ടാണ് എടുത്തതെന്ന് മനസ്സിലായല്ലോ.
ഹയസ്റ്റ് ഡെസിമൽ പാർട്ടിൽ വരുന്ന ഡിജിറ്റ് എന്ന് പറഞ്ഞാൽ 2 അതുകൊണ്ടാണ് ഇൻറ്റു 100 എടുത്തത്. ഓക്കെ അല്ലേ? അപ്പം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്